ശീതളപാനീയങ്ങൾ, പാക്കറ്റ് ജ്യൂസുകൾ, എനർജി ബൂസ്റ്റർ ഡ്രിങ്കുകൾ ഇവയെല്ലാം വളരെ ഈസി ആയിട്ട് പല രൂപത്തിൽ സൂപ്പർ മാർക്കറ്റുകളിലെല്ലാം ലഭ്യമാണ്. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ ഇത് കുടിക്കാനായിട്ട് ഇഷ്ടവുമാണ്. കാരണം ഇതിൽ നല്ല മധുരം അടങ്ങിയിട്ടുണ്ട്. ഇതിൽ അടങ്ങിയിരിക്കുന്ന മധുരം എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ഫ്രക്ടോസിന്റെ ഒരു കോമ്പിനേഷനാണ്. ഇത്തരം ഗ്ലൂക്കോസ് ഫ്രക്ടോസ് കോമ്പിനേഷൻ റെഗുലറായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഫാറ്റി ലിവർ പോലുള്ള അവസ്ഥകൾ വരാം, അബ്ഡോമിനൽ ബ്ലോട്ടിങ് വരാം, ഡയറിയ, കോൺസ്റ്റിപ്പേഷൻ, സിവിയർ ആയിട്ടുള്ള അസിഡിറ്റി ഇത്തരം പ്രശ്നങ്ങൾ വരാം. മാത്രമല്ല ഇത്തരം ഡ്രിങ്കുകൾ സ്ഥിരമായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ കാലക്രമേണ വൻകുടൽ ക്യാൻസർ പോലുള്ള അവസ്ഥകൾ വരാം, ലിവർ ക്യാൻസർ വരാം, ഏനൽ പോളിപ്പ് വരാം. ഈ ഏനൽ പോളിപ്പ് റെഗുലറായിട്ട് വന്നു കഴിഞ്ഞാൽ കാലക്രമേണ ഭാവിയിൽ അത് മലാശയ ക്യാൻസർ ആവാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇത്തരം ക്യാൻസറുകളുടെയൊക്കെ ഒരു പൊതുവായിട്ടുള്ള ലക്ഷണം എന്ന് പറയുന്നത് സിവിയർ ആയിട്ടുള്ള കോൺസ്റ്റിപ്പേഷൻ, സിവിയർ ഡയറിയ അല്ലെങ്കിൽ സ്റ്റൂളിലൂടെ രക്തം പോകുന്ന അവസ്ഥ, വെയിറ്റ് ലോസ് സംഭവിക്കുക, അമിതമായിട്ടുള്ള ക്ഷീണം, വയറ്റിൽ സ്ഥിരമായിട്ടുണ്ടാകുന്ന വേദന, അമിത ക്ഷീണം, ശരീരഭാരം കുറയുക, ഇതൊക്കെയാണ് ഇതിന്റെ പൊതുവായിട്ടുള്ള ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇത്തരം അവസ്ഥകളൊക്കെ പ്രതിരോധിക്കാനായിട്ട് ഇത്തരം ജ്യൂസുകൾ സ്ഥിരമായിട്ട് കുടിക്കുന്നത് ഒഴിവാക്കുക. വല്ലപ്പോഴും ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ റെഗുലർ ആയിട്ട് കുടിക്കുന്നവരുണ്ട്, അത് അത്ര നല്ലതല്ല. അതുപോലെ തന്നെ പുകവലി, മദ്യപാനം ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നത് ക്യാൻസറൊക്കെ തടയാൻ ഒരു പരിധി വരെ നല്ലതാണ്. മാത്രമല്ല കുടലിന്റെ ആരോഗ്യത്തിന് റെഗുലറായിട്ട് കഴിക്കേണ്ട ഒന്നാണ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ, മുഴുധാന്യങ്ങൾ ഇവയൊക്കെ സ്ഥിരമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. മാത്രമല്ല റെഡ് മീറ്റ്, പ്രോസസ്സ് ചെയ്യപ്പെടുന്ന ഭക്ഷണങ്ങൾ ഇവയൊക്കെ ഒഴിവാക്കുക.